ശ്രീ അബു ജോൺ ജോസഫിലേക്ക്. ശ്രീ അബു ജോൺ ജോസഫ്, ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തെമ്പാടും ഇപ്പോൾ ചർച്ചാ വിഷയം കോക്രോച്ച് ജനതാ പാർട്ടിയാണ്, ജെൻസികളാണ്. ഒരുപക്ഷെ അങ്ങുൾപ്പെടെ ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി, അതായത് BJP വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ പാർട്ടികളെ അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയെ, ജെൻസികളെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ രാഷ്ട്രീയം അത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഈ രാജ്യത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ CJP ഒരു വെല്ലുവിളിയാകുമോ? നമസ്കാരം. ഈ ഒരു ചോദ്യത്തിന് ജെൻസി എന്ന് പറയുമ്പോൾ എനിക്ക് 2 മക്കളാണ്. എന്റെ 2 മക്കളും ജെൻസി കാലഘട്ടത്തിൽ ഉണ്ടായ കുട്ടികളാണ്. ഇവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് വളരെ വിഭിന്നമാണ്. നമ്മൾ ഈ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഉള്ള രീതിയിലുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴുള്ള. ഇവര് ഭയങ്കര അഡാപ്റ്റീവാണ്. ഒരു മുതിർന്ന തലമുറയുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ആ തലമുറയുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഈ ഒരു പുതിയ സംഭവവികാസം ഡൽഹിയിൽ നടന്നത് നമുക്ക് മനസ്സിലാകുന്നത്, ഈ ജെൻസി എന്ന് പറയുന്ന കുട്ടികൾക്ക് അവർക്ക് ആർക്കും പാർട്ടി വിധേയത്വങ്ങളില്ല. അവര് ഏറ്റെടുത്തിരിക്കുന്നത് വിഷയങ്ങളാണ്. അവർക്ക് അവരുടെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങൾക്കാണ് പ്രാധാന്യം. അവരൊരു ഇന്ന പാർട്ടി അംഗമെന്നോ അല്ലെങ്കിൽ BJP സർക്കാരിനോടുള്ള ഒരു രാഷ്ട്രീയ ശത്രുത കാരണമല്ല ഇന്ന് ജെൻസികള് ഡൽഹിയിൽ തെരുവിൽ ഇറങ്ങിയത്. അവരുടെ തലമുറയെ ബാധിച്ച ഒരു വിഷയത്തിന് സർക്കാർ ഫലപ്രദമായ രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായി എന്ന് പോലും സമ്മതിക്കാതെ, ഒരു തെറ്റ് പറ്റിയപ്പോൾ തെറ്റ് പറ്റിയെന്ന് പോലും അക്നോളജ് ചെയ്യാതെ, അതിലേതാണ്ട് 22ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തപ്പോൾ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അവരുടെ തലമുറയെ ബാധിക്കുന്ന ഒരു വിഷയം അവർ ഏറ്റെടുത്ത് സമരം നടത്തി. അത് ഈ രാജ്യത്തുള്ള എല്ലാ ജെൻസിയിലുള്ള ആ തലമുറയിലുള്ള കുട്ടികളും പിന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളും അതിനോടൊക്കെ കക്ഷി ചേർന്നപ്പോഴാണ് ആരും വിചാരിച്ചില്ല BJP സർക്കാരിൽ നിന്ന് ഒരു മന്ത്രി രാജിവെക്കുമെന്ന്. അപ്പൊ ഇതാണ് ജെൻസി എന്ന ആ ഒരു വിഭാഗത്തിന്റെ, ആ കുട്ടികളുടെ പവർ എന്ന് പറഞ്ഞത്. അടുത്ത ഓരോ വർഷം കഴിയും തോറും ഈ ജെൻസി എന്ന് പറയുന്നത് 2012 വരെ ജനിച്ച കുട്ടികളെയാണ് ജെൻസി ആയിട്ട് കൂട്ടുന്നത്. അടുത്ത ഓരോ വർഷവും ഈ ജെൻസി തലമുറയിൽപ്പെട്ട കുട്ടികൾ നാട്ടിലെ വോട്ടേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇത് മാറുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ്. പഴയകാല രാഷ്ട്രീയ പ്രവർത്തനങ്ങള്, സ്റ്റേജിൽ കയറി രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു രീതി മാറി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും വരും. ഈ പുതിയ തലമുറയെ ബാധിക്കുന്ന വിഷയങ്ങള് അവരുടെ ഭാഷയില്, അവരുടെ ചിന്താ രീതികളില് അവരെ അഡ്രസ് ചെയ്യുവാൻ പറ്റുന്ന ഒരു യുവതലമുറ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടായി വരേണ്ടത് ഇന്ന് കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയാണ്. തീർച്ചയായും എനിക്ക് തോന്നുന്നു അങ്ങയുടെ ഒരു രാഷ്ട്രീയ ശൈലി പോലും ഇതുവരെയുള്ള ഒരു പരമ്പരാഗത രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും, ആ ശൈലിയിൽ നിന്നും വ്യത്യസ്തമാണ്. പലപ്പോഴും അങ്ങയുടെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. മാത്രമല്ല ഒരു കോളേജിലും അല്ലെങ്കിൽ യുവാക്കളെയും വിദ്യാർത്ഥികളെയും അഡ്രസ്സ് ചെയ്യുമ്പോഴൊക്കെ പാട്ടുപാടുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രചാരണത്തിൽ വ്യത്യസ്തമായ രീതിയിൽ UDFന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ യുവാക്കൾക്കൊപ്പം പാട്ടുപാടി വേദിയെ കയ്യിലെടുക്കുന്നു. ഏറ്റവും ഒടുവിൽ സർക്കാർ ഗവൺമെന്റ് ചീഫ് ആയ ശേഷവും എത്തിയ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും തേവര കോളേജിൽ, തൊടുപുഴയിലെ ചില സ്കൂളുകളിലൊക്കെ ഉദ്ഘാടന ചടങ്ങിൽ പോകുമ്പോൾ കുട്ടികൾക്കൊപ്പം പാട്ടുപാടുന്നു, അവരോടൊപ്പം ആഘോഷിക്കുന്നു. ഒരു മാറുന്ന രാഷ്ട്രീയം ശ്രീ അബു ജോൺ ജോസഫ് മുൻപേ പരീക്ഷിച്ചു തുടങ്ങിയതാണ്. ഒരുപക്ഷെ അങ്ങ് സൂചിപ്പിച്ചു, മക്കളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ മക്കൾ ചിന്തിക്കുന്ന, അവരെ മനസ്സിലാക്കിയാണ് ഒരു പുതിയ രാഷ്ട്രീയ ശൈലി പരീക്ഷിക്കുന്നതെന്ന്. ഒരുപക്ഷെ അത് എത്രത്തോളം ഈ വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ യുവാക്കളിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട്? ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത്, ഒരു വിജയകരമായ രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം വിജയിക്കുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ്. ഇപ്പം പഴയ കാലഘട്ടത്തിൽ അന്ന് ഇപ്പം കേരള കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ കർഷകരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചപ്പോഴാണ് കേരള കോൺഗ്രസ് പാർട്ടി ഒരു കാർഷിക
കാർഷിക വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു പാർട്ടിയായി മാറിയത്. ഇന്ന് ജനങ്ങളുടെ ഒരു ബഹുഭൂരിപക്ഷം, ഇന്ത്യയുടെ ആവറേജ് വയസ്സെന്ന് പറയുന്നത് 28 വയസ്സാണ്. ഇന്ത്യ ഇന്ന് ചെറുപ്പക്കാരുടെ രാജ്യമാണ്. കേരളത്തിന്റെ ആവറേജ് ഏജ് കുറച്ചുകൂടെ കൂടുതലാണ്, 36. പക്ഷെ എന്നിരുന്നാലും ഈ 28 വയസ്സ് ആവറേജ് ഏജ് ഉള്ള 1.4 ബില്യൺ ജനങ്ങൾ താമസിക്കുന്ന ഈ രാജ്യത്ത് ഇന്ന് ഭൂരിപക്ഷം ജനങ്ങൾ എന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ്. അപ്പൊ ആ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഏത് കാലഘട്ടത്തിലും രാഷ്ട്രീയക്കാർക്ക് ഒരു അനിവാര്യതയാണ്. അപ്പൊ ഇത് മാറുന്ന കാലഘട്ടം എന്നൊന്നും പറയണ്ട, പഴയ പോലെ തന്നെ കാലത്ത് പോലെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് പറയുന്നത് ഇന്ന് ചെറുപ്പക്കാരിലേക്കും കൂടി ഇറങ്ങി ചെല്ലേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്ന് ഭൂരിപക്ഷം അവരാണ്. അപ്പൊ ഞാനത് മനഃപൂർവ്വം പാട്ട് പാടുന്നത് ഇറങ്ങി ചെല്ലാൻ വേണ്ടി ചെയ്യുന്നതല്ല. എനിക്ക് ഉള്ള കഴിവ് ഞാൻ എവിടെയെങ്കിലും ചെറിയതായിട്ടൊക്കെ പാട്ടൊക്കെ പാടും. ഞാൻ അങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ചല്ല ചെയ്യുന്നത്. പക്ഷെ അത് തീർച്ചയായിട്ടും ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ചെറുപ്പക്കാർക്ക് അതൊരു ആകർഷണമായി തോന്നുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിദ്യാഭ്യാസം. അപ്പം അവരുടെ രീതിയിൽ ചിന്തിക്കുകയും അവരുടെ കാര്യങ്ങൾ പറയുകയും അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ പുതുതലമുറ, ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് പാർട്ടി വിധേയത്വം ഇല്ല. അവരുടെ വിഷയങ്ങൾ ആര് ഏറ്റെടുക്കുന്നോ അവരുടെ കൂടെ നിൽക്കും. ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യുവജന ഫ്രണ്ട്ലി കാര്യം കൊണ്ടുവന്നാൽ എനിക്ക് തോന്നുന്നില്ല അത് ഒരുപക്ഷെ ഈ പറയുന്ന എതിർപ്പുകളൊക്കെ ചിലപ്പോൾ മാറിയെന്ന് വരും. ഏത് സർക്കാരോ ഏത് രാഷ്ട്രീയക്കാരോ അവരുടെ ഒപ്പം നിൽക്കുന്നു, ആ ഒരു രാഷ്ട്രീയമാണ് ഈ ജെൻസി തൊട്ട് മുന്നോട്ട്. ഇപ്പൊ ജൻ ആൽഫയുണ്ട്, ജൻ ബീറ്റ വരുന്നു. അവരൊക്കെ അതാണ്. അവരൊന്നും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ വിധേയത്വം പുലർത്തുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, ശ്രീ അബു ജോൺ ജോസഫ് തുടരുക. ഇപ്പോൾ KSU നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ മിവ ജോളി ചേരുന്നുണ്ട്. മിവ ഈ ജൻസികളുടെ ഒരു പ്രതിനിധിയാണ്. നമുക്കറിയാം, മിവയെക്കുറിച്ച് ആദ്യമായി മാധ്യമങ്ങൾ കേൾക്കുന്നത് മുൻ മുഖ്യമന്ത്രി, അതായത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് നേരെ ഒറ്റയ്ക്ക് കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ച ഒരു പെൺകുട്ടി, അങ്ങനെ ഒരു പെൺകുട്ടിയിൽ നിന്നും പിന്നീട് ആ ഒരു സമര പോരാട്ടം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിലെത്തി. ഇന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും ഒരു തീപ്പൊരി യുവ നേതാവായി മിവ മാറിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ജൻസികളുടെ നമ്മൾ കണ്ടു ഡൽഹിയിൽ എന്താണ് സംഭവിച്ചെന്ന്. ഒരു രാജ്യത്തെ മന്ത്രിയുടെ രാജിയിൽ വരെയും കലാശിക്കുന്ന രീതിയിൽ ശക്തമായ ഒരു പോരാട്ടം നടത്താൻ CJPക്ക് കഴിഞ്ഞു. അതായത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോളം രാഹുൽ ഗാന്ധിക്ക് കഴിയാത്ത, അതല്ലെങ്കിൽ കോൺഗ്രസിന് കഴിയാത്ത ഒരു നീക്കമായ ഒരു മുന്നേറ്റമാണ് ഈ CJP നടത്തിയത്. പക്ഷെ ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെ അണിനിരന്നു. ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാണെന്ന് സംബന്ധിച്ചുള്ള തർക്കമുണ്ടായി. അത് കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സൈബർ പേജുകളിൽ അത്തരം ചില പോസ്റ്റുകൾ കണ്ടപ്പോൾ അതിനെ വിമർശിച്ച് ആളുകൾ രംഗത്തെത്തി. ഏറ്റവും ഒടുവിൽ KC വേണുഗോപാൽ പറയുന്നു, ഇത് ഞങ്ങൾക്ക് അതിന്റെ ക്രെഡിറ്റ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? മിവ, തീർത്തും ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം ആ ഒരു സമരത്തിൽ വിദ്യാർത്ഥികൾ അണിനിരന്നപ്പോൾ, ആ വിദ്യാർത്ഥികൾ ഒന്നു ചേർന്ന് നടത്തുന്ന സമരത്തിന്, ആത്മാർത്ഥമായി നടത്തുന്ന സമരത്തിന്, അതിന് ഏറ്റവും അന്ത്യത്തിൽ അതിന് വിജയമുണ്ടാകും എന്നുള്ളതിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഒരുപറ്റം വിദ്യാർത്ഥികൾ കേവലം ഒരു രാഷ്ട്രീയ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.